രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഈ ഭാരതഖണ്ഡത്തിലുള്ള രാജാക്കന്മാരെല്ലാം നിരാശരാകുമ്പോൾ അവർ ഒരുമിച്ച് ചേർന്നു. ഒരുമിച്ച് കൂടിയിട്ട് ഈ ജനകനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അവരെല്ലാം അവരുടെ സൈന്യവുമായിട്ട് ഈ മിഥിലാപുരിയെ വളഞ്ഞു, ആക്രമിച്ചു. ഞാൻ എന്റെ സൈന്യവുമായിട്ട് അവരെ നേരിട്ടു. 1 വർഷം തുടർച്ചയായിട്ട് യുദ്ധം നടന്നു. അത്രയും ആയപ്പോഴേക്കും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ ഉപകരണങ്ങൾ, ആയുധങ്ങൾ അതെല്ലാം എന്റെ പക്കല് കുറഞ്ഞു തുടങ്ങി. ഇനി ഏറെ നാള് ആയുധമില്ലാതെ, ആയുധം ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഈ ഘട്ടത്തില് ഇവരോട് എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ദേവന്മാരെ തന്നെ ശരണം പ്രാപിച്ചു. ആ ദേവന്മാര് എനിക്ക് വേണ്ടുന്നതായ ആയുധങ്ങളും സൈനിക ശക്തിയും ഒക്കെ നൽകി. ആ അവസരത്തില് വളരെ കരുത്തോടു കൂടിയിട്ട് ഞാൻ ആ രാജാക്കന്മാരെ മുഴുവൻ തോൽപ്പിച്ചു. തേ ഭഗ്ന നൃപതയോ ഹന്യമാനോ ദിശോയയോ. അങ്ങനെ എന്റെ പ്രത്യാക്രമണത്തില് ആ രാജാക്കന്മാരെല്ലാവരും ഒരുമിച്ച് തോൽപ്പിക്കപ്പെട്ടു. അവരെല്ലാ ദിക്കുകളിലേക്കും പ്രാണന് വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവർക്കാർക്കും ഈ വില്ലിനെ തൊടാനായിട്ടുള്ള കരുത്തുണ്ടായില്ല. അങ്ങനെ കരുത്തില്ലാത്തവർക്ക് എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുകയുമില്ല. അല്ലയോ മഹാത്മാവേ, ഇതാ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കരുത്ത് കാണിക്കുവാനുള്ളതായ അവസരം ഇതാ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഇവിടെ വില്ല് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും എനിക്ക് സന്തോഷകരമാണ്. തദേതൻ മുനിശാർദൂല ധനു പരമഭാസ്വരം. ഇതാണ് ഈ വില്ലിന്റെ ചരിത്രം. അങ്ങേറ്റം ശോഭായമാനമായിരിക്കുന്ന ഈ വില്ല് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. രാമൻ അതിന് യോഗ്യനാണ്. ഇനി രാമൻ ആ വില്ല് കണ്ടതിന് ശേഷം ആ വില്ലെടുക്കാനും കുലയ്ക്കാനും ആഗ്രഹിക്കുകയാണെങ്കിൽ അതെനിക്ക് ഏറെ സന്തോഷകരമായിരിക്കും. അത് രാമൻ നിർവഹിച്ചാലോ? യദ്യസ്യ ധനുഷോ രാമ കുര്യാത് ആരോപണം മുനേ. അല്ലയോ മഹർഷേ, ശ്രീരാമചന്ദ്രൻ ഈ വില്ലെടുത്തിട്ട് ആ വില്ലില് ഞാണേറ്റുവാൻ കരുത്തനായി തീരുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ തന്നെ ഇതാ അങ്ങയോട് പറയുന്നു, സുതാം അയോനിജാം സീതാം ദദ്യാം ദാശരഥേരഹം. ഞാൻ അയോനിജയായ എന്റെ മകളെ, ദശരഥന്റെ പുത്രനായിരിക്കുന്ന ഈ ശ്രീരാമചന്ദ്രന് പത്നിയായി വിധിപ്രകാരം വേദമന്ത്രങ്ങൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ വിധിപ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കും, കന്യാദാനം ചെയ്യും. രാമൻ ഈ വില്ലെടുക്കുകയാണെങ്കിൽ, വില്ല് കുലയ്ക്കുകയാണ് എങ്കിൽ ഞാനിതാ അങ്ങയോട് വ്യക്തമായും പറയുന്നു, സീതയെ ഞാൻ രാമന് നൽകും എന്ന്. ഇങ്ങനെ ആ മഹാരാജാവ് വിശ്വാമിത്രനോട് രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ വെച്ച് ആ വില്ലിന്റെ മഹാത്മ്യവും ആ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ച രാജാക്കന്മാർക്കുണ്ടായതായ അനുഭവവും വില്ല് തൊടാൻ പോലും അവർക്കായില്ല. ഇനി രാമൻ വില്ലെടുത്ത് കുലച്ചാൽ രാമന് സീതയെ താൻ നൽകുമെന്നുള്ള കാര്യവും പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴേക്കും മഹാമുനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി. അതേ ഉടനെ തന്നെ ജനകരോട് പറഞ്ഞു, ധനുർ ദർശയരാമായ ഇതിഹോവാച പാർത്ഥിവം. ഉടനെ തന്നെ അദ്ദേഹം
മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങ് ഉടനെ തന്നെ ശ്രീരാമചന്ദ്രന് ഈ വില്ല് കാണിച്ചു കൊടുക്കുക. രാമൻ ആ വില്ല് കാണട്ടെ, ലക്ഷ്മണൻ ആ വില്ല് കാണട്ടെ. അപ്പോ ജനക മഹാരാജാവ് തതസ്സ രാജാ ജനക സചിവാൻ വ്യാധിദേശ, അദ്ദേഹം ഉടൻ തന്നെ തന്റെ മന്ത്രിമാരോട് കൽപ്പിച്ചു. അവിടെ യജ്ഞശാലയ്ക്കുള്ളില് പൂജയുടെ പീഠത്തില് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായ ആ വില്ല് ഇവിടെ ഈ സഭയില് രാമനെ കാണാൻ പാകത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് അദ്ദേഹം മന്ത്രിമാരോട് കൽപ്പിച്ചു. ആ വില്ലിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്നും അതെങ്ങനെ കൊണ്ടുവരണമെന്നുമെല്ലാം ആ വില്ലിന്റെ മഹത്വമെല്ലാം അറിയുന്നവരാണ് ആ മന്ത്രിമാര്. അവരാ വിധി അനുസരിച്ച് തന്നെ അത്യന്തം ഭക്തിയോടുകൂടിയിട്ട് അങ്ങോട്ട് പോവാണ് ശ്രീരാമചന്ദ്രന്റെ മുന്നിലേക്ക് ആ വില്ല് കൊണ്ടുവരാൻ. എത്ര പേരാ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നറിയോ? നൃണാം ശതാനി പഞ്ചാശത് വ്യായതാനാം മഹാത്മനാം, വളരെ ബലശാലികളായിട്ടുള്ള 5000 യോദ്ധാക്കൾ, വളരെയേറെ കരുത്തന്മാർ, വീരതയിൽ വളരെയേറെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ എന്ന് മാത്രമല്ല, അതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള ജീവിത ചര്യയുള്ളവർ. അങ്ങനെയുള്ള 5000 പേര് ഒരുമിച്ച് ചേർന്നിട്ട് വില്ലിനെ എടുത്തുകൊണ്ട് വരികയാണോ? അല്ല, എടുത്തുകൊണ്ടുവരാൻ പറ്റൂല. ആ വില്ലിനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വില്ല് സൂക്ഷിക്കാനുള്ളതായ ഒരു പേടകത്തിനകത്ത് വച്ചിരിക്കുകയാണ്. തലമുറകൾക്ക് മുമ്പേ അതിനെ അങ്ങനെ വച്ചിരിക്കുകയാണ്. ആ പേടകം ദിവ്യങ്ങളായിട്ടുള്ള ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ആ പേടകത്തിന് 8 ചക്രങ്ങളുണ്ട്. ആ ചക്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആ പേടകത്തെ ബലശാലികൾക്ക് ചലിപ്പിക്കാം. 5000 പേര് വിചാരിച്ചിട്ട് മാത്രമേ അതിനെ അവിടെ നിന്നിട്ട് തള്ളി ഉന്തി വളരെ ക്ലേശിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതായ ആ പേടകത്തെ, വില്ല് വച്ചിരിക്കുന്നതായ മഞ്ജൂഷയെ, മഞ്ജൂഷാം അഷ്ടചക്രാം താം, 8 ബലിഷ്ഠമായ ചക്രങ്ങളോട് കൂടിയ ആ വില്ല് വച്ചിരിക്കുന്നതായ പേടകത്തെ സമൂഹസ്തേ കഥഞ്ജന, വളരെയേറെ പണിപ്പെട്ട് ആ 5000 പേരും ചേർന്ന് നേരെ വിശ്വാമിത്രന്റെയും രാമന്റെയും ലക്ഷ്മണന്റെയും അതേപോലെ മഹാരാജാവായിരിക്കുന്ന ജനകന്റെയും മുന്നിലേക്ക് കൊണ്ടുവന്നു. അതവിടെ വച്ചു, അവിടെ കൊണ്ട് നിർത്തി. അപ്പോഴേക്കും വിശ്വാമിത്രൻ ആ മഞ്ജൂഷയെ കണ്ടു, ആ വില്ല് വച്ചിരിക്കുന്ന പേടകം കണ്ടു, രാമലക്ഷ്മണന്മാർ കണ്ടു. ഇതം ധനുർവരം ബ്രഹ്മൻ ജനകൈരഭിപൂജിതം രാജാഭിശ്ച മഹാവീര്യൈ. രാജാവായിരിക്കുന്ന ജനകൻ വിശ്വാമിത്രനോട് പറയാണ്, അല്ലയോ ബ്രഹ്മൻ, വിശ്വാമിത്രനെ സംബോധന ചെയ്യാണ്. പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഋഷിവര്യ, ഇതാണ് ഈ പേടകത്തിനകത്തിരിക്കുന്നതാണ്. തലമുറകളായിട്ട് എൻ്റെ മുത്തശ്ശന്മാര് പൂജിച്ചു വരുന്ന ആ ശൈവചാപം, ത്രയംബകം, വളരെ ഭക്തിയോടുകൂടിയിട്ട് അവർ പൂജിച്ചു വരുന്നു. ഞാനും ഇന്നും പൂജിച്ചു വരുന്നു. അതിനെ ആർക്കും എടുക്കാനാവില്ല, ഉയർത്താനാവില്ല. ഇതുവരെ ആർക്കും അത് സാധിച്ചിട്ടുമില്ല. മനുഷ്യർക്കെന്ന് മാത്രമല്ല, നൈത സുരഗണാ സർവേ സാസുര നജരാക്ഷസാഹ, ദേവന്മാർക്ക് പോലും ഈ വില്ലിനെ അനക്കാനാവില്ല. അതേപോലെ തന്നെ അസുരന്മാർക്കും ആവില്ല, അതേപോലെ രാക്ഷസന്മാർക്കും ആവില്ല, ഗന്ധർവന്മാർക്കോ യക്ഷന്മാർക്കോ ഒന്നും ആവില്ല. അതേപോലെ വലിയ ഉരകങ്ങൾക്ക് പോലും ഈ വില്ലിനെ അനക്കാനാവില്ല. അങ്ങനെയുള്ള അത്യധികം ബലിഷ്ഠമായിരിക്കുന്ന മഹാദേവന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നതായ വില്ലാണിത്. അങ്ങനെ ഇരിക്കവേ ഇവർക്കാർക്കും ഈ വില്ലിനെ അനക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ മനുഷ്യരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആ വില്ലിത അങ്ങ് പറഞ്ഞതനുസരിച്ച് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. രാമൻ ആ വില്ലെടുത്താൽ, കുലച്ചാൽ എന്റെ ജീവിതം ധന്യമായി തീർന്നു. അല്ലയോ മഹാത്മാവേ എന്ന് വിശ്വാമിത്രനോട് മഹാരാജാവ് തൊഴുകയോടുകൂടി പറഞ്ഞു.
വളരെയേറെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് അദ്ദേഹം ആ വില്ല് അവിടെ വരുത്തിക്കുന്നത്. ആ അവസരത്തില് വിശ്വാമിത്ര സരാമസ്തു ശ്രുത്വ ജനകഭാഷിതം, ജനകന്റെ ആ വാക്കുകളെ രാമനോടൊപ്പം ലക്ഷ്മണനോടൊപ്പം വിശ്വാമിത്രൻ കേട്ടിട്ട് വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, ഗുരുനാഥനാണല്ലോ കൽപ്പിക്കേണ്ടത്. ഗുരുനാഥൻ രാമനോട് കൽപ്പിച്ചു. എന്താണ്? വത്സരാമ ധനുപ്പശ്യ ഇത് രാഘവം അബ്രവീത്. അല്ലയോ കുഞ്ഞേ വത്സ, അല്ലയോ കുഞ്ഞേ രാമ, നീ വില്ലിനെ കണ്ടാലും എന്ന് ശ്രീരാമചന്ദ്രനോട് അദ്ദേഹം പറഞ്ഞു. ഗുരുവിന്റെ ആജ്ഞ ലഭിച്ചു. ചന്ദ്രശേഖരനോട് പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ, കുരച്ചിടാമോ, വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. നമ്മള് എഴുത്തച്ഛന്റെ കിളിമകള് മധുരമധുരമായി നമുക്ക് ഈ സീതാ വിവാഹം പാടിത്തന്നിട്ടുണ്ട്. അത് നാം എത്രയോ തവണ പാടി ആ വിവാഹത്തെ നേരിട്ട് കണ്ണുകൾ കൊണ്ട് സാക്ഷാത്കരിച്ചിരിക്കുന്നു. വാൽമീകി ആദ്യമായിട്ട് ലോകത്തെ പാടി കേൾപ്പിച്ചു. വാൽമീകിയുടെ വാക്കുകളാണ് നാം കേൾക്കുന്നത്. 13 ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വാൽമീകി പാടിയതായ പാട്ട്. ഇങ്ങനെ മഹർഷി രാമനോട് ആ വില്ല് നോക്കാനായിട്ട്, ആ വില്ലിനെ ദർശിക്കാനായിട്ട് കൽപ്പിച്ചപ്പോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ വില്ല് സൂക്ഷിച്ചിരിക്കുന്നതായ ആ മഞ്ജൂഷയുടെ ആ പേടകത്തിന്റെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് ആ മഞ്ജൂഷയെ നല്ലൊരു ബലിഷ്ഠമായിരിക്കുന്ന അടപ്പ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ മഞ്ജൂഷയുടെ ഭാഗമാണത്, ആ പേടകത്തിന്റെ ഭാഗമാണത്. എല്ലാവർക്കും ആ വില്ല് കാണാനുള്ള അവസരമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് കാണാൻ അനുവദിക്കുള്ളൂ. അതിങ്ങനെ മൂടി വച്ചിരിക്കുകയാണ്. രാമൻ മഞ്ജൂഷാം താം അപാവൃത്യ ദൃഷ്ട്വ ധനുരഥാബ്രവീത്. ആ മഞ്ജൂഷയെ തുറന്നു, അതിന്റെ മൂടിയെ രാമൻ ഉയർത്തി. എന്നിട്ട് അതിന്റെ ഉള്ളില് തലമുറകളായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ മാഹേശ്വര ജാപത്തെ നേരിട്ട് കണ്ടു. ഭക്തിയോടുകൂടി കണ്ടു, ഉത്തമ ബോധ്യത്തോടുകൂടി കണ്ടു. കണ്ടിട്ട് അദ്ദേഹം ഉടനെ തന്നെ ചോദിച്ചു വിശ്വാമിത്രനോട്. എന്താ ചോദിച്ചത്? ഇതം ധനുർവരം ദിവ്യം സംസ്പൃശാമീഹ പാണിന. ഈ ദിവ്യമായിരിക്കുന്ന വില്ലിന്, ഇത് മാനുഷമായ വില്ലല്ല, ഭൂമിയിലുള്ള ആരും ഉണ്ടാക്കിയ വില്ലല്ല. ഇത് ദിവ്യമായിരിക്കുന്ന ദേവനിർമ്മിതമായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ വില്ലാണ്.